അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ടീച്ചിങ് മൈക്ക. നമ്മൾ പറഞ്ഞതിന് വീഡിയോ ഇതിൻ്റെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ടീച്ചിങ് മൈക്ക വരുന്നത് ഇപ്പോൾ ഇത് വയറുള്ള മൈക്കാണ്. രണ്ട് കമ്പനിയാണ് വരുന്നത്. ഒന്ന് യൂറോട്ടോൻ്റെ മൈക്കാണ് വരുന്നത്, അതേപോലെ MZ-ൻ്റെ മൈക്ക് വരുന്നുണ്ട്. MZ-ൻ്റെ പിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുവരെയായിട്ട് നമ്മളെ ഇതിൽ ഓടിക്കൊണ്ട് നീങ്ങിയത് MZ ആണ്. പിന്നെ ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇൻഷാല്ലാ നമുക്ക് പറയാം. ഇത് വരുന്നത് MZ-ൻ്റെ നമ്മൾ ഇതുവരെ ചെയ്തീന മൈക്കാണ്. അത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബോക്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മളിത് ഓണാക്കേണ്ട സിസ്റ്റം ഇവിടെ തിരിക്കണ ഒരു മോഡലാണ്. നമ്മളെ സാധാ ആംപ്ലിഫയറുമൊക്കെ തിരിക്കണ ആ മോഡലിൽ വരുന്നതാണ്. ഇങ്ങനെ തിരിച്ചാൽ ഇത് ഓണാവും. ഇപ്പം അത് ഓണാക്കിയിട്ട് ഓണാവണില്ല. നമ്മൾ പുതിയ സാധനം കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. അതിന് കാരണം ഇതിൻ്റെ ബാക്കിൽ ബാറ്ററി ഇടുന്ന ഭാഗമുണ്ട്. ഇതിങ്ങനെ ടോപ്പ് എന്ത് ചെയ്യുക, തയ്ക്കുക. അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി വർക്ക് ചെയ്യാതൊക്കെ വേണ്ടിയിട്ടൊരു സാധനം ചെറിയൊരു സ്ലിപ്പ് കൂടെ വെച്ചിട്ട് ഉണ്ടാവും. ഇത് എടുത്ത് ഒഴിവാക്കുക. ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് അടക്കണം എന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യും. ഇത് ഓണാക്കി കൊടുക്കുക. ഇപ്പൊ സ്പീക്കർ മോഡ് പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് മൈക്ക് കുത്തല്ല. അത് മൈക്ക് കുത്തുന്ന ഓപ്ഷൻ ഇതിലുണ്ട്, മൈക്ക് അതിലുണ്ട്. നിങ്ങൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യാം, മൈക്ക് എടുത്തുകൊണ്ട് യൂസ് ചെയ്ത് വെക്കാം. ഓക്കെ, മൈക്ക് കുത്തിയിട്ട് പാകത്തെ സൗണ്ട് ആക്കുക. ഫുള്ള് സൗണ്ട് വെച്ചാൽ അത് വിസിലടിക്കുന്ന ഒരു ഇതൊക്കെ വരും. നമുക്ക് പാകത്തെ ക്ലാസ് എടുക്കാൻ പാകത്തെ സൗണ്ട് ആക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ ബെൽറ്റ് ഉണ്ട്, അത് അരിയിൽ കെട്ടണമെങ്കിൽ കെട്ടാം, തോളിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇടാം. അങ്ങനെ നമ്മളിങ്ങനെ സൈഡിക്ക് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മേശമ നമ്മൾ ഇരുന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ മേശമ അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, മൈക്ക് അങ്ങനെ കുത്തിയിട്ട് ക്ലാസ് എടുക്കാം, പാകത്ത് സൗണ്ട് ആക്കി കൊടുക്കുക. ഇതിന്മേൽ ഓപ്ഷൻസ് വരുന്നത് ഇതിൻ്റെത്, ഇത് ഓൺ ഓഫ് ബട്ടൺ, സൗണ്ട് കൂട്ടാനും ഇത് ഇങ്ങനെ തിരിക്കുന്ന സാധനമാണ്. പിന്നെ ഇവിടെ 4 ബട്ടൺ വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ, അത് മൂഡ് മാറ്റാനാണ്. ഇത് 3 ബട്ടൺ ചെയ്യുക. ഓണായി കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്പീക്കർ മോഡിലാണ് ഉണ്ടാവുക, മൈക്ക് കുത്തണ മോഡിലാണ് ഉണ്ടാവുക. ഇതിന് എന്താ ബ്ലൂടൂത്ത് മോഡ് മാറ്റണമെങ്കിൽ ഇങ്ങനെ ഒറ്റ നക്കിലേക്ക് ഉണ്ടാവും ബ്ലൂടൂത്ത് മോഡ് പറഞ്ഞിട്ട്. അത് പറയുകയും ചെയ്യും, അതിൽ കുത്തുക. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെ അടിച്ചുവിടാനല്ലേ, പാട്ടൊക്കെ അടിച്ചുവിടാനും മാറ്റി കൊടുക്കാനൊക്കെ ഇത് നമുക്ക് ശരിക്കും ഇതിൽ ആവശ്യമില്ല. നമുക്ക് നമ്മളിപ്പോൾ ഫോണിലാണെങ്കിലും ഒക്കെ അടിച്ചുവിടാനും ഇതൊക്കെ ചെയ്യാം. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് പഴയൊരു മോഡലാണ് ശരിക്കും വരുന്നത്. പിന്നെ അങ്ങനെ മാറ്റി കൊടുക്കുക. പിന്നെ മറ്റേ മൈക്കിനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ സ്വിച്ച് നോക്കി കൊടുത്താൽ പിന്നെ സ്പീക്കർ മോഡ്ക്ക് മാറും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ കുത്തിയിട്ട് യൂസ് ചെയ്യുക, ബെൽറ്റൊക്കെ കൊടുക്കുക. ഞങ്ങളങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ രണ്ടിൻ്റെയും ഉപയോഗിക്കേണ്ട രീതി ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഇത് പുതിയ വന്ന മോഡൽ. ഇത് ഒന്നുപാടെ കുറച്ചുപാടെ വെയിറ്റ് ഉണ്ടാവും മറ്റേതിനെക്കാട്ടിലും. മറ്റേ അപേക്ഷിച്ചുകൊണ്ട് രണ്ടും ചെറിയ വെയിറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് നമുക്ക് ഇതിലേറെ യൂസ് ചെയ്യാനും കൊണ്ടുനടക്കാനൊക്കെ ഒന്നുപാടെ സുഖം. പിന്നെ സൗണ്ട് ഇതിലേറെ ക്വാളിറ്റി ഇതിനുണ്ടാവുക. പക്ഷെ ഇതിന് ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന് അതിൻ്റെ അത്ര സ്വിച്ചും കാര്യങ്ങളും ഉണ്ടാവില്ല. ഓണാക്കുന്ന ബട്ടനെ ഇത് നെക്കി പിടിച്ചാണ് ഓണാക്കുക. അതിന് തന്നെ ബ്ലൂടൂത്ത് മോഡും മൈക്കും യൂസ് ചെയ്യാനൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ മൈക്ക് ഇവിടെ കുത്തിയാൽ മൈക്ക് യൂസ് ചെയ്യാം, ബ്ലൂടൂത്ത് ഓൺ ആക്കിയാൽ ബ്ലൂടൂത്ത് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ സ്വിച്ച് കുറവാണ്. കാരണം ഇത് 2 സ്വിച്ചുള്ളൂ, ഒന്ന് മൈനസും പ്ലസും. അത് സൗണ്ട് കൂട്ടാനും കുറക്കാനും ശരിക്കും അത്ര മതി. പിന്നെ ഇതിൻ്റെ എല്ലാ പ്രത്യേകത, ഇതിന് ഏറെ വരുന്നത് ഇതിന് എന്തുണ്ട്, ഇവിടെ മെമ്മറി കാർഡ് ഇടാനൊരു ഓപ്ഷനും USB കുത്താനുള്ളൊരു ഓപ്ഷനാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും എക്സ്ട്രാ ഇതിലുണ്ട്, ഇതിലത് ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടിലും ഒന്നും പാടെ സൗണ്ട് കൂടുതൽ ഉള്ളത് ഇതിനാണ്. ഇത് 10 വാട്ട്സാണ്, ഇത് 5 വാട്ട്സാണ്. ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതിന് റേറ്റ് 650 രൂപയാണ്. ഇതിന് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് വരുന്നത് യൂറോട്ടോൻ്റെ ഈ മൈക്കൊക്കെ വരുന്നത്. ഇതിനും മൈക്കുണ്ട്, ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതേപോലെ ഇതിനും മൈക്കും ബെൽറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് 750-നാണ്. 850-നൊക്കെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ 750-നാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ എന്താ 850-നൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ 900-ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി MZ-ൻ്റെ ഇതിൻ്റെ തന്നെ വയർലെസ് മൈക്ക് വരുന്നുണ്ട്. അതിന് 1500 റുപ്യാണ് വരിക. സാധനം മൈക്ക് ഉണ്ട്, ഇവിടെ അല്ല, അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ അത് വേണ്ടവർക്ക്, വയർലെസ് മൈക്ക് വേണ്ടവർക്ക് അങ്ങനെ ചോദിക്കാം. പിന്നെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഈ കാര്യം ഇത് ചാർജ് ചെയ്യുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചാർജ് ചെയ്യുന്ന സംഗതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് 2 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ചാർജ് ചെയ്യാം. അതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചാർജ് ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസിങ്ങിനനുസരിച്ചാണ്. എനിക്കിത് 3, 4, 5 ദിവസം വരെ കിട്ടലുണ്ട് ചാർജ്. അപ്പോൾ കാരണം എനിക്ക് അത്രേ ക്ലാസ് വരുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് സ്കൂളൊക്കെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെയിലി കുത്തിയേക്കേണ്ടി വരും. അത് നമ്മൾ യൂസ് ചെയ്യണത് നോക്കുക. ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കുത്തിയേക്കുക. അതായത് യൂസ് ചെയ്തത് കുറച്ച് യൂസ് ചെയ്ത് നാളെയും എന്താക്കാൻ പാടില്ല, കുത്തിയേക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇനി കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുത്തിയേക്കാൻ പാടില്ല. ഏകദേശം ചാർജ് കയ്യാനാവുന്നൊരു ഇതെത്തുമ്പോൾ നമുക്ക് അറിയാം, യൂസിങ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ എത്ര ചാർജ് കിട്ടുന്നില്ലത്. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കുത്തിയേക്കാം. അല്ലെങ്കിൽ ഇത് കയ്യാൻ സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഓഫ് ആകുക അല്ലെങ്കിൽ ബാറ്ററി ലോ എന്ന് പറയുകയൊക്കെ ചെയ്യും. ഇതിനും യൂറോട്ടക്കും അത് പറയുന്നുണ്ട്. യൂറോട്ട നേരെ ഓഫായി ഓൺ ആവുകയാണ് ചെയ്യുക. ഇത് വോയിസ് ആയിട്ട് പറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം കുത്തിയേക്കാണ്. അങ്ങനെ ഓഫായി ഓൺ ആവുക അല്ലെങ്കിൽ ഇതേമാതിരി ചാർജ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ എന്തെക്കണം, ചാർജ് ചെയ്തിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏകദേശം നമ്മൾ യൂസിങ്ങിൻ്റെ അത് വെച്ചിട്ട് 2 ദിവസമോ 3 ദിവസമൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അത് കുത്തിയേക്കാണ് നല്ലത്. ചാർജ് ഫുള്ളാണ് വരെ കുത്തിയേക്കാം. പിന്നെ ചെയ്യേണ്ടത് ഇത് ചാടാതെ ശ്രദ്ധിക്കുക. നിലത്ത് ചാടിയ പോയി നമ്മുടെ ഫോണൊക്കെ അങ്ങനെയാണല്ലോ, നിലത്ത് ചാടാതെ ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ കാലം യൂസ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കാതെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഇടരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ കുട്ടികൾക്ക് പാട്ടെങ്കിലും ഇട്ടുകൊടുക്കുക. മദ്രസൊക്കെ ലീവൊക്കെ ആണെങ്കിൽ റമദാനൊക്കെ 1 മാസം കണ്ടിന്യൂ ആയിട്ട് അടുപ്പിച്ച് ഇത് ഓണാക്കാതെ ഇടരുത്. ഓണാക്കി യൂസിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഇടയ്ക്ക് ഓണാക്കി ഉപയോഗിച്ചൊക്കെ നിൽക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ സൗണ്ട് വ്യത്യാസം വരും, കരകര സൗണ്ട് വരും. അപ്പോൾ പിന്നെ ക്ലാസ് എടുക്കാൻ സുഖം കിട്ടില്ല, ഈ ഒരു നല്ല സൗണ്ട് കിട്ടില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കണ്ട് ചെയ്യാം. മെയിനായിട്ട് ഇതാണ് കേട്ടതൊക്കെ ചാർജിങ്ങിൻ്റെതും. അതേപോലെ ചാർജ് കുറച്ച് കുത്തിവെച്ച് കണ്ടെടുത്ത് യൂസ് ചെയ്യരുത്. കുത്തി വെക്കുമ്പോൾ അത് ഫുള്ളായിട്ട് എടുക്കുക. അതേപോലെ 2 ദിവസം എത്ര ദിവസം കിട്ടണമെന്ന് നോക്കിയാണ് കുത്തിവെക്കുക. അതേപോലെ ഇത് ഫസ്റ്റ് കിട്ടുമ്പോൾ 2 മണിക്കൂർ ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കൊണ്ടുവന്നാൽ, ചാടാതെ ശ്രദ്ധിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇത് കിട്ടും. 2, 3, 4, 5 കൊല്ലം യൂസ് ചെയ്തവരൊക്കെ ഉണ്ട് ഈ മൈക്ക. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി നല്ല ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. ഇനി പറയാൻ പോണത് ഈ യൂറോട്ടോൻ്റെ കമ്പനിയിൽ തന്നെ വയർലെസ് മൈക്കുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഉപയോഗം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യും, കാരണം ഈ വീഡിയോ ദീർഘിച്ചു പോകുന്നുണ്ട്. ഇതിങ്ങനെയുള്ളൊരു ബോക്സാണ് വരുന്നത്, കണ്ടിട്ടുള്ളൊരു ബോക്സാണ് വരുന്നത്. ഇതെല്ലാം അടിപൊളി ബോക്സാണ്. Celebrate the music with Urato wireless speaker. Bluetooth mode. ഇതിലിങ്ങനെ ഒരു മൈക്കാണ് വരുന്നത്. ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാരിറ്റി സൗണ്ട്. ഇതിലാരൊക്കെ ഒന്നും അവിടെ ഉഷാറാണ്. ഇതിന് 850 രൂപ കണക്ക് നൽകി നമ്മൾ കൊടുക്കുന്നത്. ഷോപ്പിൽ 1000, 1200 രൂപയ്ക്കും 1300 രൂപയ്ക്കൊക്കെ ഈ സാധനം കൊടുക്കുന്നുണ്ട്. 1500 രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, പരമാവധി ആളുകൾ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അല്ലാതെ പിന്നെ ഇതിലുള്ള പ്രത്യേക പ്രശ്നം എന്താ വെച്ചാൽ ഇതിങ്ങനെ കയ്യെ പിടിച്ച് ക്ലാസ് എടുക്കണം. ഇത് നമുക്ക് എവിടെ വെക്കാം, ബോക്സ് മൈക്ക് നമ്മൾ എന്ത് ചെയ്യണം, കയ്യെ പിടിച്ചാണ് ക്ലാസ് എടുക്കണം. ഇതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ളത്, മനസ്സിലായോ? പിന്നെ മറ്റേതാകുമ്പോൾ നമുക്ക് ഇവിടെ ഘടിപ്പിച്ച് വെച്ചാൽ മതി. സാധാരണ വെക്കണ പോലെ സ്കൂളൊക്കെ ക്ലാസ് എടുക്കുന്നവർക്ക് അതാണ് സൗകര്യം ഉണ്ടാവുക. മദ്രസ ക്ലാസ് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ ഏതായാലും വാങ്ങുന്ന ആളുകൾ ചോദിച്ച കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ്ട് ഉപയോഗിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓർഡർ ചെയ്താൽ DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുക. DTDC കൊറിയർ വഴി അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അടുത്തുള്ള സെന്ററിൽ നിന്ന് വാങ്ങാൻ ചെയ്യാം. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മളിത് പ്രൈസ് കുറവാണ്. ഇത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഓൺലൈനിലൊക്കെ ഫോട്ടോ അയച്ചിട്ടുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇത്ര റേറ്റ് ഉള്ളൂ. ഓൺലൈനിൽ അങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങളുടെ അതിൻ്റെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടാവും. നമ്മളേക്ക് വാങ്ങുന്നതിനടുത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഒന്ന്, പിന്നെ അത് എത്ര കാലം പയക്കലാണ് നമുക്ക് പറയുന്നത്. നമ്മൾ പുതിയ സാധനം വന്ന് പുതിയ സാധനം കൊടുക്കണം. റീവേക്കായ സാധനമൊക്കെ, അതായത് വർഷങ്ങൾ പയക്കുള്ള സാധനങ്ങൾ അതിനനുസരിച്ച് സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും.
ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വാങ്ങാം. പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ അയച്ചെടുക്കുക. വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ ഉണ്ടാവും. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും ജീവിതത്തിലൊക്കെ നമ്മൾ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.